ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഏകദേശം ഇപ്പം സമയം രാത്രി 12 മണിയാണ്. 12 മണിക്ക് എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പറയാനുള്ള കാര്യങ്ങൾ അപ്പം വന്ന് എന്ത് ചെയ്യണം, നമ്മൾ പറയണം. നമ്മൾ പിന്നത്തേക്ക് വയ്ക്കുമ്പോഴാണ് അത് ഒരുപാട് എന്ത് ചെയ്യുന്നത്, ബുദ്ധിമുട്ടാവുന്നത്. അപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പുതുശ്ശേരിക്കടവിലുള്ള ബിന്ദു എന്ന് പറയുന്ന ആൾക്കുള്ള മറുപടിയാണ്. അതായത് അതിനകത്ത് ഇങ്ങനെ കമൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അഭിനയം കൊള്ളാമെന്ന്. നിൻ്റെ ഷാമുവലിൻ്റെയും നിൻ്റെ പൊടിയമ്മയുടെയും 14 വയസ്സുള്ള നീ വീട്ടിൽ മന്ത്രവാദം ചെയ്ത് കോഴി വെട്ടാൻ വന്ന മന്ത്രവാദിയുടെ കൂടെ 14 വയസ്സിൽ നീ ഒളിച്ചോടിയ ഒരു കഥയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയണോ? 14 വയസ്സിൽ നീ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? നിൻ്റെ അമ്മ മരിച്ച സമയത്ത് 14 വയസ്സിൽ ബെറ്റിക്കോട്ട് പ്രായത്തിൽ നീ എന്ത് ചെയ്തു? 14-ാം വയസ്സിൽ നീ വട്ടത്തറ എന്ന് പറയുന്ന അടിവാരം വട്ടത്തറ എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് 14 വയസ്സായ നീ ഒളിച്ചോടി നീ പോയിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി ഒരുത്തനെ എന്ത് ചെയ്ത് ഏൽപ്പിച്ചു, ലാലച്ചൻ. അപ്പം കൊല്ലാതെ കിട്ടിയവൻ തിന്നാതെ വളർത്തി എന്ന് പറഞ്ഞ ഒരു കഥ പോലെ നിന്നെ എന്ത് ചെയ്ത് അയാൾ ഏറ്റെടുത്ത് ആ കഞ്ചാവുകാരൻ്റെ കൂടെ നീ ജീവിച്ചതും നിന്നെ അയാൾ ദ്രോഹിച്ചതും നിന്നെ ആദ്യം കൊണ്ടുപോയിരിക്കുന്ന 14 വയസ്സിൽ നിന്നെ കൊണ്ടുപോയ ഒരാളുണ്ട്. അതിൽ നിനക്കൊരു മോനുണ്ട്, സന്തോഷ്, പുതുശ്ശേരിക്കടവിൽ. അവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ളത് മുഴുവനും കക്കുകയും തിന്നുകയും പിടിക്കുക അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലുള്ള ജീവിതമായിരുന്നു. അതിൽ നിന്ന് വന്ന് അവനൊരു പെണ്ണ് കെട്ടി 3-4 മക്കൾ ഉണ്ടായി. അങ്ങനെ അവനവിടെ ജീവിക്കുന്നു. പിന്നെ ലാലച്ചനെ നീ എന്ത് ചെയ്ത് അടിച്ചു കളഞ്ഞ് നീ ജീവിക്കുന്നു. അപ്പോൾ നിൻ്റെ ഈ അഭിനയത്തിന് ഞാൻ എന്ത് പേരിടണം? ബിന്ദു, മിസ്റ്റർ ബിന്ദു. നീ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ലാലച്ചനെ കളഞ്ഞിട്ട്, ലാലച്ചനാണെങ്കിൽ തെണ്ടിത്തിരിഞ്ഞെല്ലാം അതിലെ കൂടെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് രാജി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടി വരും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ. നിന്നെപ്പോലെയുള്ള ചപ്പുചവറിനെ എനിക്ക് താല്പര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ ഇനി അഭിനയ സിംഹമായിട്ട് എടുക്കുന്ന ഷാമുവലുണ്ടല്ലോ, അവന് 2ഉം കെട്ടി 3ഉം കെട്ടി 4ഉം കെട്ടി പന്നിക്ക് പറഞ്ഞ ഒരു മോനുണ്ടല്ലോ ഷാമുവൽ. അവൻ്റെ അഭിനയം കൊള്ളത്തില്ലടി ബിന്ദു. പിന്നെ നീ ഫോട്ടോയും വെച്ച് നീ വന്നിട്ട് നിൻ്റെ അഭിനയം കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വാച്ചിപ്പാട് പുറത്താണോ ഞാൻ കിടക്കുന്നത്? പൂമോളെ, നീ എന്നെ കൊണ്ട് രാത്രി പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ കൂടുതൽ. നിന്നെ ഞാൻ വിളിക്കണം. എനിക്ക് നിന്നെ ഒരു പേടിയില്ല. നീ നേരെ വാ. നീ കളിക്കാനാണെങ്കിൽ എൻ്റെ കൂടെ നേരെ വന്ന് കളിക്കേ. നമുക്ക് അതാണ് കൂടുതൽ ഇഷ്ടം, ഗെയിം. അല്ലാതെ നിന്നെ മറ്റേ പണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റേ നിൻ്റെ ആങ്ങള പണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷാമുവലിനെ പോലെ ഇപ്പോൾ തന്തയ്ക്ക് ഉറക്കാത്ത അവനുണ്ടായ മോനും ഒക്കെ വന്നിട്ട് ഫോണിൽ കൂടെ കടന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അനക്ക് തന്നെ അതിലും പേര് എൻ്റെ തീട്ടം തിന്നുന്നതല്ലേ പുണ്ടച്ചി മോളെ. നീ എന്തോന്ന് വിചാരിച്ചിരിക്കണം എന്നെക്കുറിച്ച്? അഭിനയം അടി പൂറി മോളെ. നീ എന്തോന്ന് കുണയ്ക്കണ കിടന്നോണ്ട്? നീ എന്തോന്ന് കുണയ്ക്കണത് കിടന്നിട്ട്? നീ എന്തോന്ന് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത്? അഭിനയം ആരഭിനയിച്ചെന്ന് പറയുന്നത്? നീ ഒന്ന് നേരെ വാ. അഭിനയം നീ എനിക്ക് ചിലവിനായിരുന്നു അഭിനയിക്കാൻ ഞാൻ? അല്ല നിൻ്റെ ഷാമുവല് ചിലവിനായിരുന്നു എനിക്ക്? അല്ല അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഭാര്യയാണ് എനിക്ക് ചിലവിനായിരുന്നത്? അല്ലെങ്കിൽ നിൻ്റെ ആങ്ങള ബേബി വട്ടത്തറ പിന്നെ 2-3 മക്കളെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ നിന്നും കുറേ എണ്ണം പണ്ട് ഇസ്മായിൽ കാക്ക ചോദിച്ച കണക്ക് പട്ടിക്ക് മക്കളുണ്ടായതുപോലെ ഉണ്ടാക്കിയിട്ടങ്ങളാണോ അഭിനയിക്കുന്നത്? നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി എൻ്റെ ചാനലിനകത്ത് വന്ന് എഴുതാൻ? നീ എനിക്ക് ചിലവിനായിരുന്നോ? നിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ബിന്ദു എന്ന് പറഞ്ഞിട്ടൊരു ഐഡിന്ന്. നീ എന്തോന്ന് കിടന്ന് കുരയ്ക്കണ്? ഞാൻ കാണുന്നില്ലെന്നാണോ വിചാരിച്ചത് നിൻ്റെയൊക്കെ അഭിനയം? നീ ചിലവിനായിരുന്നോ? അല്ലെങ്കിൽ നിൻ്റെ ഷാമ്പു അല്ല എനിക്ക് ചിലവിനായിരുന്നോ? അല്ലെങ്കിൽ നിൻ്റെ ആങ്ങള വട്ടത്ര ബേബി എനിക്ക് ചിലവിനായിരുന്നോ? പുണ്ടമോളെ, നീ കിടന്ന് കുണയ്ക്കണ കിടന്നുകൊണ്ട് അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എന്താടി അഭിനയിച്ചേ?
നിൻ്റെ വീട്ടിൽ കയറി വന്ന് അഭിനയിച്ചോ? നീയൊക്കെയല്ലേ എൻ്റെ വീട്ടിൽ കയറി വന്ന് അഭിനയിച്ചത്. എൻ്റെ വീട്ടിൽ കയറി വന്ന് അഭിനയിച്ചു. ഇനി അഭിനയിച്ച ചരിത്രം കൂടെ ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? പുണ്ടമോളെ, പുതുശ്ശേരിക്കടവിൽ നീ 14 വയസ്സിൽ മറ്റേ ബെറ്റിക്കോട്ട് പ്രായത്തിനകത്ത് പോയി. നീ ഒരു മോൻ, നിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു മോൻ നിന്നെ അവനെ കൂടെ കൊല്ലാൻ കൊണ്ട് കൊടുത്ത ലാലച്ചൻ, ആ കഥ ഞാൻ പറഞ്ഞു തരണോ? ഇനി കഞ്ചാവും വിറ്റ് നടക്കണ ലാലച്ചൻ കഞ്ചാവിനെ കുറിച്ച് ഞാൻ ഇനി പറയണോ കാര്യങ്ങൾ? നീ വിചാരിച്ചോ ഞാനിതൊന്നും അറിയത്തില്ല എന്ന്? നീ ഫോട്ടോ ഇട്ടിട്ട് വന്നിരിക്കുന്നേ? എനിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പെടുത്താനായിട്ടുള്ള എല്ലാ എവിഡൻസും ഉണ്ട് എൻ്റെ കയ്യിൽ. ഏത് രീതിയിലുമാണെങ്കിലും പെടുത്തിയിടാൻ. മനസ്സിലായോ? എൻ്റെ തീട്ടം വന്ന് തിന്നാൻ വേണ്ടി മെനക്കെടരുത്. മനസ്സിലായാലും അത് തീട്ടം തിന്നുന്നുണ്ടെങ്കിൽ നല്ല ആളുകളുടെ തിന്നണം. അരീസസ് പിടിച്ചവൻ്റെ തീട്ടം തിന്നാൻ വരരുത്. ഇന്നും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവൾ രാത്രി 12 മണിക്ക് അവൾ കമൻറ്റും എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇത് നാണോ മാനമില്ലേ? തേവിടിച്ചി, മലയാള ഭാഷയിൽ പറഞ്ഞ നിന്നെ തേവിടിച്ചി എന്നാണ് പറയണത്. നിനക്ക് നല്ല മറ്റേ അത് കയറാത്തതിൻ്റെ കുഴപ്പമാണ്. മനസ്സിലായോ?